അടൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജോയലിന്റെ മരണത്തിൽ കുടുംബം കഴിഞ്ഞ ദിവസം ഗുരുതര ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. പോലീസിന്റെ കസ്റ്റഡി മർദ്ദനവും ഒപ്പം തന്നെ CPM പിന്തുണയോടുകൂടി നടന്ന ആക്രമണത്തിന്റെ ഇരയാണ് ജോയൽ എന്നാണ് കുടുംബം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ CPM കഴിഞ്ഞ ദിവസം രാത്രി ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിച്ച് സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ജോയൽ പാർട്ടി പ്രവർത്തകനല്ല. 2013 കാലഘട്ടത്തിൽ തന്നെ ജോയലിനെ ഡിവൈഎഫ്ഐയിൽ നിന്നുൾപ്പെടെ സംഘടനാ നടപടിയുടെ ഭാഗമായി പുറത്താക്കിയെന്നാണ് ഇന്നലെ CPM വിശദീകരിച്ചത്. ജോയലിന്റെ പിതാവ് 24നോടൊപ്പം ചേരുന്നുണ്ട്. CPM പറയുന്നത് പാർട്ടിക്കാരനായിരുന്നില്ല, ഒരു കൊലപാതക കേസിലൊക്കെ പ്രതിയായി, പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അങ്ങനെ ദീർഘകാലം പാർട്ടിയായിട്ട് ബന്ധം ഉണ്ടായിരുന്ന ആളല്ല, പാർട്ടി നേതാവെന്നൊക്കെ പറയുന്നത് തെറ്റാണ്, മാധ്യമ ഗൂഢാലോചനയാണെന്നൊക്കെ ഈ വാർത്ത എന്നൊക്കെ പറയുന്നത്. അത് പൂർണ്ണമായി ഞാൻ തള്ളിക്കളയും. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് പാർട്ടിയിലെ DYFൻ്റെ അടൂരിൻ്റെ മേഖലാ സെക്രട്ടറിയാണ്. അതിനുള്ള മരിച്ചപ്പോൾ അതിൻ്റെ ആദരാഞ്ജലി വെച്ചുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മരിച്ചപ്പോൾ അവരവരുടെ പതാക പുതപ്പിച്ച് അവർ മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഭരണത്തിൻ്റെ അവരുടെ പതാക പിന്നെ എന്തിനിട്ടു? പാർട്ടിക്കാരനല്ലെങ്കിൽ എന്തിനിട്ടു? അതെന്തിനാണ് അവരിട്ടത്? അവൻ ജോയൽ പാർട്ടിക്കാരനല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടിക്കാരനല്ലെന്നുള്ള ഒരാളുടെ പതാക പിന്നെ അവർക്ക് അറിവുള്ള പതാക എന്തിനാണ് ഇട്ടത്? ഇപ്പോൾ അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലീസിനെതിരെയുള്ള ആക്രമണമൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ മോനെ ഇടിയുടെ അതിൽ കൊണ്ടാണ് അവൻ മരണപ്പെട്ടിരിക്കുന്നത്. അവനെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ ഫലം കൊണ്ടാണ് അവൻ മരണപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു CPMൻ്റെ ഒരു ഒത്താശ അല്ലെങ്കിൽ ഒരു പിന്തുണ ഈ മർദ്ദനത്തിനുണ്ടായിരുന്നു എന്നൊരു ആക്ഷേപമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ അടൂർ CPMൻ്റെ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവനെ പോലീസിനെ കൊണ്ട് പറയിപ്പിച്ച്. ഈ പറയുന്ന ബിജു അന്ന് CA ബിജു എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോൻ്റെ കാറ് എടുക്കാൻ ചെന്നപ്പോൾ, ജാമ്യത്തിലെടുക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ചാൽ ഞാൻ നിരപരാധിയാണ്, എന്നോട് ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞു. എന്തുകൊണ്ടത്? അന്നേരം ഞാൻ ചോദിച്ചു, CPM ഗൂഢാലോചന തന്നെയാണോ വിഷയത്തിന് പിന്നിലുണ്ടായത്? തീർച്ചയായിട്ടും CPMൻ്റെ ഗൂഢാലോചന ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു തട്ടിപ്പ് കേസ് എന്ന് വെച്ചാൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് കേസ്, ജയസൂര്യ എന്ന് പറയുന്ന തട്ടിപ്പ് കേസിനകത്തെ പ്രതിയാണ് ഇവർ. ഈ പറയുന്ന ഈ മനോജ് എന്ന് പറഞ്ഞ ആൾ പ്രതിയാണ്. അയാൾക്ക് അതിനകത്ത് അതുപോലെ തന്നെ പിന്നെ മണ്ണടി നടന്ന ഒരു കൊലക്കേസിനകത്ത് പ്രതിയുണ്ട്. അങ്ങനെ പല കേസുകളും ഇയാൾക്കറിയാം, ഈ മനോജിനറിയാം. ഈ മനോജാണ് ഇന്നലെ ചാനലിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത് എൻ്റെ മോനെ പിന്നെ കൊലക്കേസിൽ പ്രതിയാണെന്ന്. 2013 നടന്ന ഒരു സംഭവമാണത്. അത് 2020 ജനുവരി 1 തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതും ഇതുമായിട്ട് അന്തരങ്ങളും പലതുണ്ട്. ഈ ഇവർ നടത്തിയ തട്ടിപ്പ് വെളിച്ചത്ത് വരാൻ AC മൊയ്തീൻ്റെ പേഴ്സണൽ സ്റ്റാഫൊക്കെ വീട്ടിലൊന്നും മർദ്ദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെളുപ്പിനെ ഈ ജനുവരി 1 തീയതി എന്ന് പറഞ്ഞാൽ ഈ 2020 ജനുവരി 1 തീയതി വെളുപ്പിനെ 5 മണിക്ക് പിന്നെ ഈ ജോയപ്രകാശ് ബാബു എന്ന് പറഞ്ഞ ആൾ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ വന്ന, എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് എൻ്റെ മോൻ താമസിക്കുന്നത്. അവിടെ വന്ന് അവനെ വിളിച്ചുണർത്തി അവൻ്റെ പുറത്തടിച്ചിട്ട് പറഞ്ഞ് നിൻ്റെ ചെവിടെ മടക്കെന്ന് വിളിക്കോളാൻ പറഞ്ഞു. അന്ന് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ CPM ഇപ്പോൾ ഈ തട്ടിപ്പൊക്കെ പുറത്തു വരാണ്ടിരിക്കാൻ ജോയലിനെ കൈകാര്യം ചെയ്തു പോലീസിനെ വെച്ച്. അത് മരണത്തിലേക്കൊക്കെ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയം ഹൈക്കോടതിയിൽ നമ്മൾ റിട്ട് നൽകിയിരുന്നു. അന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച് റേഞ്ച് IG ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ നീതി കിട്ടിയില്ല, അല്ലെങ്കിൽ പോലീസുകാർ കുറ്റക്കാരല്ല എന്നൊരു നിലപാടിലെത്തിയത്. അപ്പോൾ നമ്മുടെ തുടർ നിയമ പോരാട്ടം എങ്ങനെയായിരിക്കും? തുടർന്നുള്ള നിയമ പോരാട്ടത്തിൽ ഇനി വീണ്ടും ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യും. അതുപോലെ അടൂർ എൻ്റെ സഹോദരി കൊടുത്ത കേസിൽ അത് അവിടെ അവരെ 5 പേരെ അടുത്ത മാസം 29 തീയതിക്ക് വിളിച്ചിട്ടുണ്ട്. ഈ ഹൈക്കോടതിയിൽ എന്താണ് അർജിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അർജിയാണ് കൊടുക്കുന്നത്. ഞാൻ അവിടെ ഇവരെ സർവീസിൽ നിന്നും മാറ്റണം, ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം. അതിൽ ഈ ബിജു എന്ന് പറഞ്ഞ ആൾ, CA എന്ന് പറഞ്ഞ ആൾ പെൻഷൻ പറ്റി. ഒപ്പം തന്നെ ഇവരെ വധശ്രമം ചാർജ് ചെയ്തുകൊണ്ട് വിചാരണ ചെയ്യണം, അങ്ങനെ ആവശ്യം. കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇവരുടെ പേര്. സർക്കാർ ഇവരുടെ കൊലക്കുറ്റം. കാരണം എൻ്റെ 16 വയസ്സ് മുതൽ 29 വയസ്സ് വരെ പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായി അവൻ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഈ പാർട്ടിക്കാരെ ഒരാൾ ഇനി വീണ്ടും പാർട്ടിക്കാരെ കാണാൻ പോവോ? ഈ പാർട്ടിക്കാരെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ആ മുഖ്യമന്ത്രി താഴോട്ടിട്ട്, ഞാൻ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നില്ല. മുഖ്യമന്ത്രി എനിക്ക് താപ്പോട്ട് SP ഓർഡർ ഇട്ടു, DSPക്ക് ഇട്ടു. DSP എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇനി എത്ര മക്കളുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഒരു മോനേ ഉള്ളൂ. അവനെ വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ റിട്ടയർഡായി. അയാൾ എന്നോട് ചോദിച്ചതാണ്. നമ്മളിപ്പോൾ ഹൈക്കോടതി അർജി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് ഈ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അർജിയായിട്ട് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് സമീപിക്കുക? അതെ, തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ നേരിട്ട് തന്നെ പോകും. ഉടൻ തന്നെ അതിൻ്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ഇതുമൊക്കെ ബന്ധപ്പെട്ട് ഈ പോലീസ് അന്വേഷണങ്ങളൊന്നും ഈ ഉദ്യോഗസ്ഥരുടെ കുറ്റക്കാരല്ല എന്നൊരു നിലപാടാണ് പുറത്തു വരുന്നത്. അങ്ങനെ തന്നെ അവരെടുത്തിരിക്കുന്നത്. അത് നമ്മൾ അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ബിഷിൽ തരട്ടെ,
ഇത് വേറെ ഒരു മുറിയിലും വെച്ചല്ല, കയറി ചെല്ലുന്ന സെൻറ്ററിൽ, ആ കയറി ചെല്ലുന്ന വാതിൽ സെൻറ്ററിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. ഇനി CPM ൽ വിശ്വാസമുണ്ടോ? സമീപിക്കുമോ പാർട്ടി? പാർട്ടിയെ പിന്നെ വിശ്വസിക്കാൻ എന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയെ ഞാൻ കുറ്റം പറയുന്നില്ല. മുഖ്യമന്ത്രി ഓർഡർ ഇട്ടാണ്. നേരിട്ട് MV ഗോവിന്ദനെ മറ്റോ കാണുമോ? കാണും, തീർച്ചയായിട്ടും കാണും. തീർച്ചയായിട്ടും ഞാൻ കാണും. ഇനിയും ഞാൻ പരാതി കൊടുക്കും. ഞാൻ പാർട്ടിക്ക് വേണ്ടി പരാതി ഞാൻ AK സെൻറ്ററിൽ കൊണ്ടുവന്ന്, AK സെൻറ്ററിൽ അവരുടെ പാർട്ടി ഓഫീസ് AK സെൻറ്ററിൽ കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്തത്. ആ പരാതി അവർ വാങ്ങിച്ചു വെച്ചിട്ട് എന്നോട് പറഞ്ഞു പത്തനംതിട്ടയൊക്കെ അയക്കാമെന്ന് പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് എനിക്ക് ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇനിയും ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് MV ഗോവിന്ദനെ കാണാൻ പോവുകയാണോ? പാർട്ടിക്ക് പിന്നെ പോകേണ്ട വന്നാൽ ഞാൻ പോകും. എനിക്ക് പാർട്ടിയിൽ നിന്ന് എനിക്കൊരു നീതി കിട്ടുന്നില്ലെന്നാണ് ഞാൻ ഒന്നുകൂടെ കൊടുക്കുവാണ്. ഒന്നും കൂടെ ഞാൻ അവർക്ക് പരാതി കൊടുക്കും. കൊടുത്തിട്ട് പിന്നെ അവരന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കോടതിയാണ് വിശ്വാസം. എൻ്റെ മോൻ നഷ്ടപ്പെട്ടു. നമ്മൾ പാർട്ടി ലൈനിലാണോ ഉദ്ദേശിക്കുന്നത്? നിയമപരമായി കോടതിയിലാണോ പോകുന്നത്? നിയമപരമായിട്ട് കോടതിയിൽ പോകും. അതിനാണ് പ്രയോറിറ്റി. അതാണ് പ്രയോറിറ്റി. പാർട്ടി സമാന്തരമായി സമീപിക്കും. സമീപിക്കും. പാർട്ടിയെ സമീപിക്കും. കാരണം എൻ്റെ മോൻ അതിനുവേണ്ടി ജീവിച്ചതായതുകൊണ്ട് ഞാൻ പിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അവർക്ക് കൊടുക്കും, വീണ്ടും കൊടുക്കും. അവരെന്താണ് നടത്തുന്നതെന്നുള്ളത് അവർ പറയട്ടെ. അത് തന്നെയാണ് ജോയലിൻ്റെ പിതാവ് പറയുന്നത്. അതായത് നിയമപരമായി കോടതിയെ സമീപിക്കും. ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനാണ്, വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബം ആലോചിക്കുന്നത്. ഒപ്പം തന്നെ മകൻ പാർട്ടി പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി ലൈനിൽ വീണ്ടും പാർട്ടിക്ക് ഒരു പരാതി നൽകാനും ഈ കുടുംബം പദ്ധതിയിടുന്നുണ്ട്. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.